ഓക്കെ, സോ ഹായ് ഓൾ, വെൽക്കം ടു ACB അക്കാഡമി. എല്ലാവർക്കും ACB അക്കാഡമിയുടെ പുതിയൊരു സ്വാഗതം. നമ്മുടെ കമ്പനി ബോർഡ് എൽജിഎസിന്റെ എക്സാം അല്ലെ, എല്ലാവരും ഏറ്റവും അധികം വിദ്യാർത്ഥികൾ എഴുതാൻ പോകുന്ന, ഏറ്റവും അധികം ആളുകൾ പ്രിപ്പയർ ചെയ്യുന്ന, ഈ വർഷം നടക്കാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട എക്സാം ആണ് നമ്മുടെ കമ്പനി ബോർഡ് എൽജിഎസ് എക്സാം എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ കമ്പനി ബോർഡ് എൽജിഎസ് എക്സാമിൽ നമ്മൾ ഇപ്പോൾ വന്നിരിക്കുന്ന PSCയുടെ എക്സാം വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനി ഒരുപാട് സമയമോ കാര്യങ്ങളോ ഒന്നും ഇല്ല അല്ലെ. അപ്പൊ നമുക്ക് എക്സാം കലണ്ടർ നോക്കാം. PSCയുടെ എക്സാം കലണ്ടർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം, ആദ്യം നമുക്കൊരു ഒരു 10th ലെവൽ പ്രിലിംസ് ഉണ്ടാകും. അതിനുശേഷമായിരിക്കും നമ്മുടെ കമ്പനി ബോർഡ് എൽജിഎസിന്റെ മെയിൻസ് എക്സാം നമുക്ക് നടക്കുക അല്ലെ. അപ്പോൾ പ്രിലിംസ് നമുക്ക് നിലവിൽ എക്സാം കലണ്ടർ വെച്ച് നോക്കുകയാണെങ്കിൽ അവർ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്ന ഡേറ്റ് എന്ന് പറയുന്നത് ഏകദേശം ജൂലൈ ടു സെപ്റ്റംബർ മാസമാണ് എന്ത് ചെയ്തിരിക്കുന്നത്, പ്രിലിംസ് നടക്കും എന്ന് പറയുന്നത്. ആൻഡ് മെയിൻസ് എക്സാം നടക്കുന്നത് 2025 അതായത് ഒരു ഒക്ടോബർ ടു ഡിസംബർ മാസങ്ങളാണ് എന്ത് ചെയ്തിരിക്കുന്നത്, പറഞ്ഞിരിക്കുന്നത് അല്ലെ. എക്സാക്ട് അല്ല എങ്കിൽ പോലും ഏകദേശം ഈ ഒരു ടൈം പീരീഡിൽ തന്നെയായിരിക്കും എന്ത് ചെയ്യാനായിട്ട് പോകുന്നത്, പ്രിലിംസ് മെയിൻസ് എക്സാം കമ്പനി ബോർഡ് എൽജിഎസിന്റെ നടക്കാനായിട്ട് പോകുന്നത് അല്ലെ. അപ്പൊ എക്സാക്ട് ഒരു ഡേറ്റ് കാര്യങ്ങൾ ഇപ്പോഴും നമ്മൾ പറഞ്ഞ് കൺഫ്യൂഷൻ ആക്കുന്നില്ല. മറ്റൊരുപാട് കാര്യങ്ങൾ അറിയാനുള്ളത് കൊണ്ട് തന്നെ ഏകദേശം ഈ ഒരു ടൈമിലായിരിക്കും നമുക്ക് എക്സാമുകൾ നടക്കാൻ പോകുന്നത് എന്നുള്ളതിനാണ് നിലവിലെ നമ്മുടെ ഒരു ധാരണ അല്ലെ. അപ്പോൾ ഇതിൽ ഏത് കാൽക്കുലേറ്റ് ചെയ്താണ് പ്രിപ്പറേഷൻസ് നമ്മൾ കൺക്ലൂഡ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചാൽ, ഒരിക്കലും നമ്മൾ പോസിബിൾ ആയിട്ട് ഏറ്റവും ലേറ്റ് ആയിട്ട് നടക്കാനുള്ള സമയമല്ല നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് അല്ലെ. നമ്മൾ എപ്പോഴും നമ്മുടെ പ്രിപ്പറേഷൻസ് കൺക്ലൂഡ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് മാക്സിമം എത്രത്തോളം നേരത്തെ ആണോ മാക്സിമം നടക്കാൻ സാധ്യതയുള്ളത് ആ ഡേറ്റ് കണക്ക് കൂട്ടിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, നമ്മൾ നമ്മുടെ കണ്ടിന്യൂ ചെയ്യാനായിട്ട് അല്ലെ. അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മൾ മെയിൻസ് എന്ന് പറയുന്നതിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ എന്ത് ക്ലിയർ ചെയ്യണം, നമ്മൾ പ്രിലിംസ് ക്ലിയർ ചെയ്യണം അല്ലെ. അപ്പൊ പ്രിലിംസിന്റെ ഏറ്റവും പോസിബിൾ ആയിട്ട് നേരത്തെ വരാൻ സാധ്യതയുള്ള ദിവസം എന്ന് പറയുന്നത്, ഒരു മാസം എന്ന് പറയുന്നത് എന്താണ്, ജൂലൈ മാസമാണ് എന്നുള്ളതാണ് നിലവിൽ നമ്മൾ പറഞ്ഞിരിക്കുന്ന ഒരു കലണ്ടർ വെച്ചിട്ട് നമ്മുടെ ധാരണ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ജൂലൈ മാസത്തോട് കൂടി ഏകദേശം എന്ത് ചെയ്യാം, അത് വരാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളൊരു മൈൻഡ് സെറ്റോട് കൂടി തന്നെ നമ്മൾ എന്ത് ചെയ്യാനായിട്ട് ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ കമ്പനി ബോർഡ് എൽജിഎസ് എക്സാംസിന് വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യാനായിട്ട് അല്ലെ. അപ്പൊ ആ രീതിയിലാണ് പ്രിപ്പറേഷൻസ് ഓൺഗോയിങ് ആയിട്ട് മുന്നോട്ട് പോകേണ്ടത്. അപ്പോൾ ഇനിയുള്ള വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു ടൈമിൽ, അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു 50 ഡേയ്സ് കൊണ്ട് നമുക്ക് എങ്ങനെ ഈ പറയുന്നത് പോലെ കമ്പനി ബോർഡ് എൽജിഎസിന്റെ പ്രിപ്പറേഷൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം, എങ്ങനെ നമുക്ക് പ്രിലിംസ് ക്ലിയർ ചെയ്തിട്ട് മെയിൻസിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ ഓൾറെഡി ഒരുപാട് പേര് ഈ പറയുന്ന പോലെ തന്നെ ആദ്യ സമയങ്ങളിൽ തന്നെ പ്രാക്ടീസ് തുടങ്ങിയിട്ടുണ്ട്. നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുൻപേ തന്നെ പഠിച്ചു തുടങ്ങിയിട്ടുള്ള ആളുകളുണ്ട്, നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം പഠിച്ചു തുടങ്ങിയിട്ടുള്ള ആളുകളുണ്ട്. ഇപ്പൊ അല്ലെങ്കിൽ കുറച്ച് നാളുകൾക്ക് മുമ്പ് മാത്രം പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളവരുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഇനി പല കൺഫർമേഷനും മറ്റു കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷം മാത്രം ചൂട് വരുന്നവരുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ പഠിച്ചാൽ കിട്ടുമോ എന്നുള്ളതാണ് അല്ലെ. അപ്പൊ എപ്പോഴും ഞാൻ പറയുന്ന ഒരു കാര്യം, നേരത്തെ സ്റ്റാർട്ട് ചെയ്തവർക്ക് എപ്പോഴും ആ നേരത്തെ സ്റ്റാർട്ട് ചെയ്ത അഡ്വാൻറ്റേജ് കിട്ടും. കാരണം അവർക്ക് എന്ത് ചെയ്യാം, മാക്സിമം നേരത്തെ സിലബസ് കവർ ചെയ്തിട്ട് ബാക്കി സമയം ഈ പറഞ്ഞ റിവിഷനും കാര്യങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. എങ്കിലും ഇനിയും സ്റ്റാർട്ട് ചെയ്തിട്ടില്ലാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഇനിയാണെങ്കിലും സ്റ്റാർട്ട് ചെയ്താൽ ക്ലിയർ ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ പ്രിലിംസ് ക്ലിയർ ചെയ്ത് മെയിൻസിലേക്ക് എത്താൻ പറ്റുമോ എന്നുള്ള കൺഫ്യൂഷൻ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും അല്ലെ. അപ്പോൾ അങ്ങനെ ചോദിച്ചാൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ, ഇപ്പോഴെങ്കിലും നിങ്ങൾ തുടങ്ങണം എന്നുള്ളതാണ് അല്ലെ. ഇപ്പോഴെങ്കിലും നിങ്ങൾ തുടങ്ങുക എന്നുള്ളതാണ്. ഇപ്പോഴെങ്കിലും തുടങ്ങിയാൽ ആകുമ്പോഴത്തേക്ക് ആ സിലബസ് കവർ ചെയ്ത് മാക്സിമം മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാവുന്ന രീതിയിൽ പറ്റുമോ എന്നുള്ളതാണ് അല്ലെ. അപ്പോൾ അറിയാം, മെയിൻസിന്റെ കട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ 75+ ആയിരുന്നു കഴിഞ്ഞ തവണ. 75+ വന്നു. ഇത്തവണയും അതിൽ കൂടുതൽ വരാൻ തന്നെയാണ് ചാൻസ് അല്ലെ. അതിൽ കൂടുതൽ ഉറപ്പായിട്ട് എന്തായാലും വരും. ഞാൻ ഈ പറഞ്ഞ ആപ്ലിക്കേഷൻ്റെ എണ്ണം കുറഞ്ഞു എന്നുണ്ടെങ്കിൽ പോലും ഒരു ഗ്രാജുവേറ്റ് ലെവൽ എക്സാം ആയതുകൊണ്ട് തന്നെ എങ്കിലും ഒരു 7th ലെവൽ ആൾ എഴുതുന്നതുകൊണ്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ക്വസ്റ്റ്യൻസിന്റെ ഡിഫിക്കൽട്ടി ലെവൽ ഒരുപാട് കൂട്ടാനായിട്ട് പറ്റില്ല അല്ലെ. ക്വസ്റ്റ്യൻസ് ഡിഫിക്കൽട്ടി ലെവൽ ഒരുപാട് കൂട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡിഫിക്കൽട്ടി ലെവൽ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് മാക്സിമം ഗ്രാജുവേറ്റ്സും കൂടെ വരുന്നതാണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം കട്ട് ഓഫ് ഉയർത്താന്നുള്ളതാണ്. അപ്പോൾ ഈ 75+ കട്ട് ഓഫ് എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം, എക്സ്പെക്ട് ചെയ്യേണ്ട ഒരു കേസാണ് ഇതിന്റെ കേസിൽ, കമ്പനി ബോർഡ് എൽജിഎസിന്റെ കേസിൽ അല്ലെ. ഇനി പ്രിലിംസ് നിങ്ങൾക്കറിയാം അത്രയും കട്ട് ഓഫോ കാര്യങ്ങളൊന്നും വരത്തില്ല. ഒരു മിനിമം സ്റ്റഡി ലെവലിന് താഴെയുള്ളവരെ ഒഴിവാക്കുക എന്നുള്ള മാത്രമാണ് എന്തെന്ന് പറയുന്നത് ഇതിന്റെ പ്രിലിംസിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് അല്ലെ. കാരണം ആപ്ലിക്കൻസിന് ലാസ്റ്റ് ഇയറിനേക്കാൾ കുറഞ്ഞിട്ടുണ്ട്, ലാസ്റ്റ് ഇയറിനേക്കാൾ കുറവാണ്. അതുകൊണ്ട് ഒരുപാട് പേരെ ഒന്നും പുറത്താക്കി മെയിൻസിന് വെളിയിലാക്കുക എന്നുള്ള ഉദ്ദേശമൊന്നും ഇതിന്റെ കേസിൽ ഇല്ല. ഈ പറയുന്ന പോലെ പ്രിലിംസിന്റെ കേസിൽ വരുന്നില്ല. അപ്പോൾ മാക്സിമം നിങ്ങൾ പഠിച്ച സിലബസ് കവർ ചെയ്ത് നല്ല രീതിയിൽ പഠിക്കുന്ന ഒരാൾക്ക് ഉറപ്പായിട്ടും പ്രിലിംസ് നിങ്ങൾ ക്ലിയർ ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ അവിടെ ഞാൻ പറയുന്നു, അതുകൊണ്ട് തന്നെ പ്രിലിംസ് ഫോക്കസ് ചെയ്തിരിക്കുക എന്നുള്ളൊരു കാര്യമാണോ നിങ്ങൾ ചെയ്യേണ്ടത്, അല്ലെ പ്രിലിംസ് ഫോക്കസ് ചെയ്തിട്ട് പ്രിലിംസിന് വേണ്ടി മാത്രം പഠിക്കുക എന്നുള്ളതാണോ ടാർഗറ്റ്? ഒരിക്കലും ആവരുത്. നമ്മൾ എപ്പോഴും മെയിൻസ് ഓറിയന്റഡ് ആയിട്ട് തന്നെ വേണം പഠിക്കാൻ. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള ഈ പറയുന്ന 150 ദിവസങ്ങളിലാണെങ്കിൽ പോലും നിങ്ങളുടെ പഠനം നടക്കേണ്ടത് മെയിൻസ് ഓറിയന്റഡ് ആയിട്ടാണ്. കാരണം മറ്റൊന്നുമല്ല, മെയിൻസ് ഓറിയന്റഡ് ആയിട്ട് പഠിക്കുന്ന ഒരാൾക്ക് സിമ്പിൾ ആയിട്ട് പുഷ്പം പോലെ എന്ത് ക്ലിയർ ചെയ്യാനായിട്ട് പറ്റും, നമ്മുടെ പ്രിലിംസ് ക്ലിയർ ചെയ്യാനായിട്ട് പറ്റും. അതിന് സെപ്പറേറ്റ് ഒരു പ്രിപ്പറേഷൻ്റെ ഒന്നും എന്തില്ല, ആവശ്യമില്ല. നമുക്ക് സിലബസ് വെച്ചിട്ട് തന്നെ നോക്കാം. ഇതാണ് നമ്മുടെ കമ്പനി ബോർഡ് എൽജിഎസിന്റെ മെയിൻസിന്റെ സിലബസ് എന്ന് പറയുന്നത് അല്ലെ. മെയിൻസിന്റെ സിലബസ് എന്ന് പറയുന്നത് ഞാൻ പറയുന്നു, ഈ ഒരു സിലബസ് വെച്ച് കംപ്ലീറ്റ് ആയിട്ട് പഠിക്കുന്ന ഒരാൾക്ക്, ഈ ഒരു സിലബസ് വെച്ചിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഒരാൾക്ക് എന്ത് ചെയ്യേണ്ട കാര്യമില്ല, പ്രിലിംസിന് ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. കാരണം ഇത് പഠിക്കുന്നതിന്റെ ഒപ്പം തന്നെ നിങ്ങൾ എന്ത് ചെയ്ത് കളയും, പ്രിലിംസ് നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് പഠിക്കാൻ കഴിയും. നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഈ ഒരു സിലബസ് കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചാൽ മതി. ഇപ്പൊ തന്നെ നോക്കുക, മാത്സ് നിങ്ങൾക്ക് എക്സാക്ട്ലി സെയിം ആണ്. അതായത് ഈ 20 മാർക്ക് കമ്പനി ബോർഡ് എൽജിഎസിന്റെ മെയിൻസിന്റെ ഈ ഒരു 20 മാർക്കിന്റെ മാത്സ് കംപ്ലീറ്റ് ചെയ്യുന്ന ഒരാൾക്ക് പ്രിലിംസിന് വേണ്ടി സെപ്പറേറ്റ് പഠനത്തിന് ആവശ്യമില്ല അല്ലെ. പ്രിലിംസിനും മെയിൻസിനായിട്ട് സെപ്പറേറ്റ് ഒരു പഠനം എന്തിനു വേണ്ട, മാത്സിന് വേണ്ട.
നിങ്ങൾ മെയിൻസിന്റെ അതേ 20 മാർക്സിന്റെ ആ മാത്സും റീസണിങ് നിങ്ങൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ, മെന്റൽ എബിലിറ്റി നിങ്ങൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പ്രിപ്പറേഷൻ കൊണ്ട് തന്നെ നിങ്ങൾക്ക് പ്രിലിംസും ക്ലിയർ ചെയ്യാനായിട്ട് പറ്റും. മാക്സിമം പ്രിലിംസിന് മുമ്പായിട്ട് തന്നെ ഈ 20 മാർക്കിന്റെ പോർഷൻസ് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ച് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യമാണല്ലേ, കാരണം എക്സാക്ട് സെയിം ആണ്. നിങ്ങൾക്ക് സെപ്പറേറ്റ് പഠനം വേണ്ട. പ്രിലിംസിന് മുമ്പേ പഠിച്ചത് കംപ്ലീറ്റ് ചെയ്യുന്ന ഒരാൾക്ക് ഉറപ്പായിട്ടും എന്ത് ചെയ്യാനായിട്ട് പറ്റും, ഈ മെയിൻസിനായിട്ട് നല്ല രീതിയിൽ റിവൈസ് ചെയ്യാനായിട്ട് പറ്റും. സോ അവിടെ നിങ്ങൾ ഒരു സെപ്പറേറ്റ് ഉണ്ട്. ഈ മെയിൻസ് സിലബസ് എടുത്ത് മാത്സിന്റെ 20 മാർക്സ് നിങ്ങൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ മാത്സ് കംപ്ലീറ്റ് ചെയ്യണം. അവിടെ പിന്നെ നിങ്ങൾക്ക് മറ്റു കാര്യങ്ങളൊന്നും വരുന്നില്ല. ഓക്കെ, ഇനി ഞാൻ പറയാൻ പോകുന്നത് പൊതുവിജ്ഞാനത്തിന്റെ കേസിൽ ഇപ്പൊ കറന്റ് അഫേഴ്സ് നിങ്ങൾക്ക് അറിയാം ഏകദേശം ഒരേ രീതിയിൽ നിങ്ങൾ പഠിക്കുക എന്നുള്ളതാണ്. അപ്പം GK പാർട്ട് നിങ്ങൾക്ക് വരുമ്പോഴത്തേക്ക് 20 മാർക്സ് അവിടെ കറന്റ് അഫേഴ്സിന് വരുന്നുണ്ട്. ബാക്കി 40 മാർക്കിന്റെ GK പാർട്ട് എന്ന് പറയുന്നത് മെയിൻസിന്റെ എന്ന് പറയുന്നത് എന്താണ്, കുറച്ചും കൂടെ വൈഡ് ആണെന്നുള്ളതേ ഉള്ളൂ. അപ്പൊ മെയിൻസിന്റെ പഠിക്കുന്ന ഒരാൾക്ക്, കമ്പനി ബോർഡ് എൽജിഎസിന്റെ മെയിൻസിന്റെ GK പാർട്ട് പഠിക്കുന്ന ഒരാൾക്ക് ഈസി ആയിട്ട് എന്ത് ക്ലിയർ ചെയ്യാനായിട്ട് പറ്റും, പ്രിലിംസ് ക്ലിയർ ചെയ്യാനായിട്ട് പറ്റും അല്ലെ. അതുപോലെ തന്നെ സയൻസിന്റെ കേസ് ആണെങ്കിൽ ഞാൻ എപ്പോഴും നിങ്ങളോട് പറയും, സയൻസിന്റെ കേസിൽ നിങ്ങൾ ഒരൊറ്റ കാര്യം മാത്രം ഫോക്കസ് ചെയ്യുക. നിങ്ങൾ NCERT ഫോക്കസ് ചെയ്തുള്ള പഠനം മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, മുന്നോട്ട് കൊണ്ടുപോയാൽ മതി. അത് ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളാണ് നിങ്ങൾ പഠിക്കാൻ പോകുന്നത്. ഇനി പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള ഈ പ്രിലിംസ് വരെയുള്ള സമയങ്ങളിൽ സയൻസിന്റെ കേസിൽ നിങ്ങൾ എന്തിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എന്ന് ചോദിച്ചാൽ, സയൻസിന്റെ കേസിൽ നിങ്ങൾ പ്രിപ്പയർ പഠിക്കുമ്പോൾ NCERT ഓറിയന്റഡ് ആയിട്ട് പഠിക്കാനായിട്ട് നിങ്ങൾ നമ്മുടെ SCERT ഓറിയന്റഡ്, NCERT അല്ല SCERT ഓറിയന്റഡ് പഠിക്കാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, വളരെയധികം ശ്രദ്ധിക്കുക. ഓക്കെ, SCERT ഓറിയന്റഡ് ആയിട്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. എസ്പെഷ്യലി നമ്മുടെ ന്യൂ SCERTക്ക് തന്നെയാണ് ഇനി ഫോക്കസ് കൊടുക്കേണ്ടത്. ഈ വരാൻ പോകുന്ന വർഷം ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് വരാൻ പോകുന്നു, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസിന്റെ വലിയൊരു സോഴ്സ് ആകാൻ പോകുന്നു ഉറപ്പിച്ച് ഞാൻ പറയുന്നു. സയൻസ് ക്വസ്റ്റ്യൻസിന്റെ കേസിൽ SCERT വളരെ 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 വലിയ സോഴ്സ് ആയിരിക്കും. സയൻസിന്റെ കേസിൽ മാത്രമല്ല ഞാൻ പറയുന്നത്, ബട്ട് സയൻസിൽ ക്വസ്റ്റ്യൻസിന്റെ ഏറ്റവും വലിയ സോഴ്സ് എന്ന് പറയുന്നത് SCERT തന്നെയായിരിക്കും. അപ്പൊ SCERT ബേസ്ഡ് പഠനം എല്ലാത്തിലും ഇമ്പോർട്ടന്റ് ആണ്. സയൻസിൽ അത് വളരെ വളരെ വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. ലാസ്റ്റ് ഇയറിലേക്ക് എക്സാംസ് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, സയൻസിന്റെ ക്വസ്റ്റ്യൻസ് എൻറ്റയർലി ഫോക്കസ് ചെയ്യുന്ന SCERT ബേസ്ഡ് ക്വസ്റ്റ്യൻസ് നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. SCERT സയൻസ് ഫുള്ള് ക്ലിയർ ചെയ്യുന്ന ഒരാൾക്ക് ഒരു കാരണവശാലും സയൻസിൽ ഒന്നും മിസ് ആവാനായിട്ട് പോകുന്നില്ല. അപ്പൊ അത് നന്നായിട്ട് പഠിക്കാനായിട്ട് ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ എല്ലാവരും ശ്രദ്ധിക്കുക. ഓക്കെ, പിന്നെ പൊതുജനാരോഗ്യമൊക്കെ നമ്മൾ ഈ പറയുന്ന പോലെ എന്താണ്, മെയിൻസിന് മാത്രമാണ്. അത് വളരെ ചെറിയൊരു ടോപ്പിക്കുമാണ്. നിങ്ങൾക്ക് ഇവൻ പ്രിലിംസ് കഴിഞ്ഞിട്ടാണെങ്കിൽ പോലും ഇത് പഠിച്ചെടുക്കാവുന്നേ ഉള്ളൂ. അപ്പൊ അത് നല്ല രീതിയിൽ നിങ്ങളുടെ പ്രിപ്പറേഷൻസ് ഓൺലൈനായിട്ട് പോട്ടെ. കറന്റ് അഫേഴ്സ് രണ്ടിനും ഇമ്പോർട്ടന്റ് ആണ്. കറന്റ് അഫേഴ്സ് നമ്മൾ ഡെയിലി ക്ലാസ് യൂട്യൂബ് ത്രൂ പോകുന്നുണ്ട്, നമ്മുടെ ആപ്പിൽ റെഗുലർ ക്ലാസ് പോകുന്നുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാവുന്നതാണ് അല്ലേ. അപ്പൊ ഞാൻ പറയുന്നത്, നിങ്ങൾ ഈ പറയുന്ന പ്രിലിംസിനും മെയിൻസിനും വേണ്ടിയിട്ടുള്ള ഈ ഒരു ഒറ്റ സിലബസ് കവർ ചെയ്താൽ നിങ്ങൾക്ക് അവിടെ രണ്ടും ഓക്കെ ആണെന്ന് വീണ്ടും പറയുന്നു. ഈ ഒരു സിലബസ് കവർ ചെയ്യാൻ നിങ്ങൾക്ക് എത്ര ദിവസം മതി? നമ്മുടെ സ്റ്റഡി പ്ലാൻ അനുസരിച്ച് 150 ദിവസങ്ങളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് കവർ ചെയ്യാനായിട്ട് വരും. ഒരു 150 ഡേയ്സിന്റെ സ്റ്റഡി പ്ലാൻ ആണ് ഇതിന്റെ ഭാഗമായിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പം മെയിൻസിന് ഇപ്പം നിങ്ങൾ വന്നാൽ പോലും മെയിൻസിന് മുൻപായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, മെയിൻസിന് ഒരുപാട് ദിവസങ്ങൾ മുൻപായിട്ട് തന്നെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഈ സിലബസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, കവർ ചെയ്യാനായിട്ട് പറ്റും അല്ലെ. അതുപോലെ പ്രിലിംസിന് വേണ്ടിയിട്ട് സ്കോർ ചെയ്യാനുള്ള മാക്സിമം ഒരു മാർക്ക് ഈ ഒരു കോഴ്സിന് ഭാഗമായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും, ഉറപ്പായിട്ടും പറ്റും അല്ലെ. അപ്പൊ ഇപ്പോഴെങ്കിലും തുടങ്ങാന്നുള്ളതാണ്. ഇപ്പോഴേ നിങ്ങൾ തുടങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഓൾറെഡി വളരെ ലേറ്റ് ആണ്. അപ്പൊ ഇതുവരെ നിങ്ങൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ഇതുവരെയുള്ള പ്രിപ്പറേഷൻസ് നിങ്ങൾ സാറ്റിസ്ഫൈഡ് അല്ല, എങ്ങനെ പഠിക്കണം എന്നുള്ള ഐഡിയ ഇല്ല, ഇങ്ങനത്തെ എന്ത് കൺഫ്യൂഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിലും ഇനി അങ്ങോട്ട് ഒട്ടും ടൈം കളയാതെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും, ഞാൻ പറയില്ലേ 150 ഡേയ്സ് കൊണ്ട് ഈ ഒരു എക്സാമിന് വേണ്ട കംപ്ലീറ്റ് സിലബസ് കവറേജ് നിങ്ങൾക്ക് നൽകുന്ന ഒരു കംപ്ലീറ്റ് പാക്കേജ് ആണ് നമ്മുടെ ASB അക്കാഡമിയുടെ പ്രയാണം 3-in-1 ബാച്ച് എന്ന് പറഞ്ഞാൽ BFA BQLDC കമ്പനി പോളിറ്റിക്സിന് വേണ്ടിയുള്ള ക്ലാസ് ആണ്. ഇതിൽ എല്ലാ എക്സാം എഴുതുന്നവർക്ക് വേണ്ടി 3-in-1 ബാച്ച് ഉണ്ട്. ഓരോ എക്സാം എഴുതുന്നതിന് വേണ്ടി ഇൻഡിവിജ്വൽ ബാച്ചസ് നിങ്ങൾക്കുണ്ട്. ഓക്കെ, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. എക്സാമിനനുസരിച്ച് ബാച്ച് ജോയിൻ ചെയ്യാം. അപ്പൊ അതിനനുസരിച്ചുള്ള ക്ലാസ്സുകളാണ് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ 150 ഡേയ്സിൽ നമ്മൾ എന്ത് ചെയ്യും, സിലബസ് നല്ല പക്കായിട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. സിലബസ് എന്ന് പറയുമ്പോൾ അതിൽ കംപ്ലീറ്റ് ജനറൽ ടോപ്പിക്സ് നമ്മൾ കവർ ചെയ്യും. അതോടൊപ്പം തന്നെ SCERT ചാപ്റ്റർ വൈസ് ക്ലാസ്സും ഈ ഒരു കോഴ്സിന്റെ ഭാഗമായിട്ട് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. SCERT ചാപ്റ്റർ വൈസ് ക്ലാസ് ഉണ്ടായിരിക്കും. കറന്റ് അഫേഴ്സ് സെക്ഷൻസ് പ്രൊവൈഡ് ചെയ്യും. PYQ ബേസ്ഡ് റിവിഷൻസ് ഉണ്ടായിരിക്കും. പക്ക PYQ ബേസ്ഡ് റിവിഷൻസ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ റെഗുലർ ബേസിസിൽ PYQ ബേസ്ഡ് മോക്ക് ടെസ്റ്റുകളും ഈ ഒരു കോഴ്സിന്റെ ഭാഗമായിട്ട് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. സോ ടോപ്പിക്സ് പഠിക്കാൻ പറ്റും. അത് കൃത്യമായിട്ട് PYQs പഠിക്കുന്നതിലൂടെ ഫോക്കസ് ഏരിയാസ് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. മോക്ക് ടെസ്റ്റുകളുകൊണ്ട് തന്നെ പഠിക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു അവസരമുണ്ട്. അതിന്റെ ബേസിസിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റഡി ലെവലും എല്ലാം അനലൈസ് ചെയ്യാനായിട്ടും പറ്റും അല്ലെ. അങ്ങനെ എല്ലാ രീതിയിലും നിങ്ങൾക്ക് ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ വേണ്ട പ്രിലിംസിനും മെയിൻസിനും വേണ്ടിയുള്ള ഫുൾ അസിസ്റ്റൻസ് നൽകുന്ന ഒരു കംപ്ലീറ്റ് ബാച്ച് ആണ് നമ്മുടെ ഈ ഒരു 3-in-1 ബാച്ച് എന്ന് പറയുന്നത്. ഇൻട്രസ്റ്റ് ആയിട്ടുള്ളവർ ഇനി ഒരു ദിവസം പോലും നിങ്ങൾക്ക് വേസ്റ്റ് ചെയ്യാനില്ല, ഇപ്പോഴെങ്കിലും തുടങ്ങാം. എത്രയും വേഗം സ്കൂൾ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങളുടെ അഡ്മിഷൻസ് ഉറപ്പ് വരുത്തേണ്ട ടൈമാണ് കേട്ടോ. അപ്പോൾ ഇതിന്റെ കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് കൂടുതൽ നെക്സ്റ്റ് ഡീറ്റെയിൽസുമായിട്ട് നെക്സ്റ്റ് അപ്കമിങ് വീഡിയോസിൽ നമുക്ക് കാണാം. അതുവരെ എല്ലാവരും നന്നായിട്ട് പഠിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. സോ വിഷ് യു ഓൾ ദ ബെസ്റ്റ്. സി യു.